സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. വാട്ട് ഡു യു മീൻ ബൈ ഡെറിവേറ്റീവ്സ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്. എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് എന്ന് നമുക്ക് സിമ്പിൾ മീനായിട്ട് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡെറിവേറ്റീവ്സ് ഓർ ഡെറിവേറ്റീവ് സെക്യൂരിറ്റി ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് whose values depends on the values of an underlying security. Derivatives or derivative securities are contracts which are written between two parties and whose value is derived from the value of underlying widely held and easily marketable asset. ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെക്യൂരിറ്റികൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ ഒരു അടിസ്ഥാന സെക്യൂരിറ്റികളുടെ വാല്യൂവിനെ ആശ്രയിച്ചായിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഡെറിവേറ്റീവ്സുകൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെക്യൂരിറ്റികളിൽ രണ്ട് കൗണ്ടർ പാർട്ടികൾ തമ്മിലുള്ള അവർ റിട്ടേൺ ഫോമിൽ എഴുതി തയ്യാറാക്കിയ ഒരു എഗ്രിമെൻ്റാണ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റാണ് ഡെറിവേറ്റീവ്സ് പറയുന്നത്. അവയുടെ വാല്യൂ വ്യാപകമായി കൈവശം എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാവുന്നതുമായ അസറ്റുകളിലൊന്നാണ് ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ദ ടേം ഡെറിവേറ്റീവ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇറ്റ് ഹാസ് നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ, ദാറ്റ് ഈസ് ദ വാല്യൂ ഈസ് എൻറ്റയർലി ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്. ദ അണ്ടർലൈങ് അസറ്റ് ക്യാൻ ബി സെക്യൂരിറ്റീസ്, കമ്മോഡിറ്റീസ്, ബില്യൺ, കറൻസി, ലൈഫ് സ്റ്റോക്ക് ഓർ എനിത്തിങ് സെയിൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിൻ്റെ വാല്യൂ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഡെറിവേറ്റീവ്സ് എന്നത്. ഡെറിവേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ നോ ഇൻഡിപെൻഡൻറ്റ് വാല്യൂ ആണ് ആൻഡ് എൻറ്റയർലി ഡിറൈവ്ഡ് ഫ്രം ദ വാല്യൂ ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. അണ്ടർലൈങ് അസറ്റിന് ഡിറൈവ് ചെയ്തതാണ് ഡെറിവേറ്റീവ്സ്. അതിന് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് കമ്മോഡിറ്റീസ്, ബില്യൺസ്, കറൻസി, ലൈഫ് സ്റ്റോക്ക് ഓർ എനിത്തിങ് എൽസ്. ഇതൊക്കെയാണ് ഡെറിവേറ്റീവ്സിൽ വരുന്നത്. The assets are agricultural and other physical tangible commodity or currencies, financial instruments or intangible things like commodities price index, inflation rate, equity price index or bond price index. ഇതൊക്കെ ഡെറിവേറ്റീവ്സിൽ വരുന്നതാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് വൺ, ഡെറിവേറ്റീവ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. എ കോൺട്രാക്റ്റ് ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ്, വൺ പാർട്ടി റിസീവ് ഓർ മേക്ക് ദ ക്ലൈം ഓൺ എൻ അണ്ടർലൈങ് അസറ്റ്. ഒരു പാർട്ടി ഒരു അടിസ്ഥാന അസറ്റിൽ ക്ലെയിം ചെയ്യുകയോ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. The value of the financial instrument is determined on the basis of the value of the underlying securities. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ പറയുന്നത്? അണ്ടർലൈൻ സെക്യൂരിറ്റീൻ്റെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. നെക്സ്റ്റ്, ദ അസറ്റ് ഷുഡ് ബി ഈസിലി മാർക്കറ്റബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ്സ് എളുപ്പത്തിൽ നമുക്ക് മാർക്കറ്റ് ആയിരിക്കണം എന്നാണ് ഡെറിവേറ്റീവിൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ്, ദ റെസ്പെക്റ്റീവ് ലയബിലിറ്റി ഓർ ക്ലൈം മെയ്ഡ് ഷുഡ് ബി മെറ്റ് ബൈ അതർ പാർട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് അല്ലെങ്കിൽ ക്ലൈം അതുപോലെ തന്നെ മെറ്റ് പാർട്ടീസ് പാലിക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡെറിവേറ്റീവ്സ് ആർ ഓൾസോ നോൺ ആസ് ദ ഡെഫേർഡ് ഡെലിവറി ഓർ ഡെഫേർഡ് പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഡെറിവേറ്റീവുകളുടെ മാറ്റിവെച്ച ഡെലിവറി അല്ലെങ്കിൽ മാറ്റിവെച്ച പേയ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും വിളിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലോട്ട് സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു എ ഫിക്സഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് of the underlying asset that form part of a single future and option contract. The standard lot size is different for each stock and is decided by the exchange on which the stock is traded. Example, option contract for the
റിലയൻസ് ഇൻഡസ്ട്രീസ് ആസ് എ ലോട്ട് സൈസ് ഓഫ് 250 ഷെയർസ് ആസ് പെർ ദ കോൺട്രാക്റ്റ്. ലോട്ട് സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഒരൊറ്റ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായ അണ്ടർലൈങ് അസറ്റിൻ്റെ ഒരു നിശ്ചിത എണ്ണം യൂണിറ്റുകളെയാണ് ലോട്ട് സൈസ് എന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡിൻ്റെ വലുപ്പം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലോട്ട് സൈസിൻ്റെ വലുപ്പം ഓരോ സ്റ്റോക്കിനും വ്യത്യസ്തമായിരിക്കും. സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന എക്സ്ചേഞ്ചാണ് ഇത് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് റിലയൻസ് ഇൻഡസ്ട്രിയിനായുള്ള ഓപ്ഷനുകൾ കരാറുകൾക്ക് ഒരു കോൺട്രാക്റ്റിൻ്റെ 250 ഷെയറുകളുണ്ട്. അതിനെ എന്താണ് ഡെറിവേറ്റീവ്സിൻ്റെ ടൈംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ദർ ആർ ദ 4 ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്: ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ ആൻഡ് സ്വാപ്പ്. ഈ ഡെറിവേറ്റീവ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് സെമിസ്റ്ററിൽ 4th സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു പേപ്പറായിട്ട് തന്നെ പഠിക്കാനുണ്ട്. വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. ഫസ്റ്റ് വൺ, ഫോർവേഡ് കോൺട്രാക്റ്റ്. A forward contract is a simple customized contract between the two parties to buy or sell an asset at a certain time in future for a certain price. ഫോർവേഡ് എന്ന് പറയുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു അസറ്റ് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ രണ്ട് പാർട്ടീസുകൾ തമ്മിലുള്ള ലളിതമായ ഒരു കോൺട്രാക്റ്റാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. Unlike the future contract, they are not traded on an exchange, rather traded in the over-the-counter market, usually between the financial institutions or between a financial institutions and one of the client. In the brief, forward contract is an agreement between the counterparties to buy or sell a specified quantity of an asset at a specified price, with delivery at a specified time and place. These contracts are not standardized. Each one is being customized to its the owner's specifications. എന്താ പറയുന്നത്? ഫ്യൂച്ചർ കോൺട്രാക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായുള്ളൊരു കോൺട്രാക്റ്റാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അവ ഒരു എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. പകരം ഓവർ ദി കൗണ്ടർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സാധാരണയായി രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിനും അതിൻ്റെ ഒരു ക്ലയൻറ്റിനുമിടയിൽ ചുരുക്കത്തിൽ ഒരു നിശ്ചിത സമയത്തും സ്ഥലത്തും ഡെലിവറിയോടൊപ്പം ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു അസറ്റിൻ്റെ നിശ്ചിത അളവ് വാങ്ങാനോ വിൽക്കാനോ ഉള്ള കൗണ്ടർ പാർട്ടീസ് തമ്മിലുള്ള ഒരു കരാർ കൂടിയാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റിന് ഈ ഒരു കോൺട്രാക്റ്റിന് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ല. ഓരോന്നും അതിൻ്റെ ഉടമയുടെ സവിശേഷതകൾക്കനുസരിച്ചായിരിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. Like a forward contract, a future contract is an agreement between the two parties to buy or sell a specified quantity of an asset at a specified price and at a specified time and place. The future contracts are normally traded on an exchange standardized norms for the trading in future which set the certain contract. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഒരു ഫോർവേഡ് കോൺട്രാക്റ്റ് പോലെ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്നത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു അസറ്റിൻ്റെ നിർദ്ദിഷ്ട അളവ് അല്ലെങ്കിൽ നിർദ്ദിഷ്ട വിലയ്ക്കും ഒരു നിശ്ചിത സമയത്തും സ്ഥലത്തും വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ളൊരു കോൺട്രാക്റ്റാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സാധാരണയായി ചില കോൺട്രാക്റ്റുകളെ സജ്ജമാക്കുന്നത് ഫ്യൂച്ചറുകളിൽ ട്രേഡ് ചെയ്യുന്നതിനുള്ള എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓപ്ഷൻ കോൺട്രാക്റ്റ്. Option are the most important group of derivative securities. Option may be defined as a contract between the two parties whereby one party obtains the rights but not the obligation to buy or sell a particular asset at a specified price or on a before a specified date. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് സെക്യൂരിറ്റികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്.
ഓപ്ഷൻ ഒരു പാർട്ടീസിനെ നിർവചിക്കപ്പെടാം അല്ലെങ്കിൽ ഒരു കക്ഷിയായിട്ട് നിർവചിക്കപ്പെടാം എന്നാണ് പറയുന്നത്. രണ്ട് പാർട്ടീസുകൾ തമ്മിലുള്ള ഒരു പാർട്ടീസ് റൈറ്റ് നേടുന്നു. അതുപോലെ തന്നെ പക്ഷേ അതെന്താണ്, അതിൻ്റേതായിട്ടുള്ള ലയബിലിറ്റി അല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക അസറ്റ് ഒരു നിർദ്ദിഷ്ട വിലയ്ക്ക് ഒരു നിർദ്ദിഷ്ട തീയതിയിലോ അതിനു മുമ്പോ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക, അതിനെയാണ് നമ്മൾ ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈ റൈറ്റ്സ് നേടിയ വ്യക്തിയെ, ആരാണ് ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ റൈറ്റ്സ് നേടിയത്, ആ നേടിയ വ്യക്തിയെ ഓപ്ഷൻ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓപ്ഷൻ ഹോൾഡർ എന്നും മറ്റ് വ്യക്തിയെ ഓപ്ഷൻ സെല്ലർ അല്ലെങ്കിൽ ഓപ്ഷൻ റൈറ്റർ എന്നും വിളിക്കുന്നു. അത്തരം ഓപ്ഷനുകൾ വാങ്ങുന്നയാൾക്ക് നൽകുന്നതിനുള്ള ഓപ്ഷൻ വിൽക്കുന്നയാൾ ഓപ്ഷൻ പ്രീമിയം എന്ന പേരിലും അറിയപ്പെടുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു തുക ഈടാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഓപ്ഷനിൽ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, അമേരിക്കൻ ഓപ്ഷൻ ആൻഡ് യൂറോപ്യൻ ഓപ്ഷൻ. കോൾ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, എന്താ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ടു ബൈ ഓർ റൈറ്റ് ടു സെൽ എന്നാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആൻ ഓപ്ഷൻ ടു ബൈ an option to buy is called an call option. റൈറ്റ് ടു ബൈ ചെയ്യാനുള്ള ഇതാണ് കോൾ ഓപ്ഷനും, അതുപോലെ തന്നെ റൈറ്റ് ടു സെൽ ചെയ്യാനുള്ളതാണ് പുട്ട് ഓപ്ഷനും. അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എൻ ഓപ്ഷൻ ദാറ്റ് ഈസ് എക്സൈസബിൾ ഓൺ ഓർ ബിഫോർ ദ എക്സ്പയറി ഡേറ്റ് ഈസ് കാൾഡ് അമേരിക്കൻ ഓപ്ഷൻ. ഇൻ ദ കേസ് ഓഫ് അമേരിക്കൻ ഓപ്ഷൻ the buyer has the right to exercise the option at any time on or before the expiry date. അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സൈസബിൾ ഡേറ്റിലോ അതിന് മുമ്പോ പ്രയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് അമേരിക്കൻ ഓപ്ഷൻ എന്ന് വിളിക്കുന്നത്. അമേരിക്കൻ ഓപ്ഷനുകളുടെ കാര്യത്തിൽ വാങ്ങുന്നയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓപ്ഷൻ വിനിയോഗിക്കാനുള്ള അവകാശവുമുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എക്സൈസബിൾ ആയുള്ള ഡേറ്റിൽ മാത്രം പ്രയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്വാപ്പ് ഈസ് എൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോ ഇൻ ദ ഫ്യൂച്ചർ. Under this agreement, the various terms like the date when the cash flow are to be paid, the currency in which to be paid, and the mode of payment are determined and finalized by the parties. ഫ്യൂച്ചറിൽ എമൗണ്ട് കൈമാറുന്നതിനുള്ള രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റ് പ്രകാരം എമൗണ്ടിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ, നൽകേണ്ട തീയതികൾ, അത് അടയ്ക്കേണ്ട കറൻസി, അതുപോലെ തന്നെ എമൗണ്ട് അടയ്ക്കുന്ന രീതി എന്നിവ പോലുള്ള വിവിധ നിബന്ധനകൾ ആ പാർട്ടീസ് നിർണ്ണയിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ് ഉണ്ട്. ഒന്നാമത്തത് കറൻസി സ്വാപ്പ്, സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് റൈറ്റ് സ്വാപ്പ്, തേർഡ് വൺ കമോഡിറ്റി സ്വാപ്പ്, ഫോർത്ത് വൺ ഇക്വിറ്റി സ്വാപ്പ്. കറൻസി സ്വാപ്പ് എന്ന് പറയുകയാണെങ്കിൽ കറൻസി സ്വാപ്പുകളാണ് ഒരു തരം സ്വാപ്പുകൾ എന്ന് പറയുന്നത്. ഇവ ഫോർവേഡ് മാർക്കറ്റിലെ ഇടപാട് തിരിച്ചെടുക്കുന്നതിന് ഒരേ സമയം കോൺട്രാക്റ്റുമായി സ്പോട്ട് മാർക്കറ്റിൽ വിദേശ കറൻസി അല്ലെങ്കിൽ ഫോറിൻ കറൻസിയുടെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു കോൺട്രാക്റ്റ് കൂടിയാണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഇവ ബാങ്കുകൾക്ക് കൂടുതലായിട്ട് ഉപയോഗപ്രദമാണ്. കാരണം അവ വായ്പയെടുക്കാനും ഉപഭോക്താവ് ആഗ്രഹിക്കുന്ന ഏത് കറൻസിയിൽ നിക്ഷേപം സ്വീകരിക്കാനും പ്രാപ്തമാകുന്ന ഒന്നാണ് ഈ കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. ഒരു കറൻസി സ്വാപ്പ് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. അതിൽ ഒരു പാർട്ടീസ് ഒരു കറൻസിയിൽ പേയ്മെൻറ്റുകൾ നടത്താമെന്ന് വാഗ്ദാനം ചെയ്യുന്നു.
മറ്റൊരു കറൻസിയിലാണ് പേയ്മെൻറ്റ് നടത്താമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് റൈറ്റ് സ്വാപ്പ്. സ്വാപ്പ് കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും ജനപ്രിയമായ ഒരു തരം ഇൻട്രസ്റ്റ് റൈറ്റ് സ്വാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സാങ്കല്പിക പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഒരു നോഷണൽ പ്രിൻസിപ്പലിൻ്റെ തുകയിൽ നിർദ്ദിഷ്ട കാലാവധിക്ക് പൂർത്തിയാക്കുന്നതിനായി ഇൻട്രസ്റ്റ് ലയബിലിറ്റികളുടെ അഥവാ പേയ്മെൻറ്റുകളുടെ ഒരു സ്ട്രീം കൈമാറ്റം ചെയ്യുന്ന രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു കരാറാണ് അല്ലെങ്കിൽ ഒരു ഇടപാടാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റൈറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്മോഡിറ്റി സ്വാപ്പ്. കമ്മോഡിറ്റി സ്വാപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പാർട്ടീസ് സ്വർണം പോലുള്ള ഒരു കമ്മോഡിറ്റീൻ്റെ വിലയെ അടിസ്ഥാനമാക്കി ഒരു കൂട്ടം പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ മറ്റേ പാർട്ടീസ് നിശ്ചിതമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് നിരക്കോ വിലയോ അടിസ്ഥാനമാക്കി പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ അവർ ഒരു കമ്മോഡിറ്റി സ്വാപ്പിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടീസ് ഗോൾഡ് പോലെയുള്ളൊരു കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിനെ അടിസ്ഥാനമാക്കി ഒരു കൂട്ടം പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ മറ്റേ പാർട്ടി നിശ്ചിതമോ മറ്റേതെങ്കിലോ ഫ്ലോട്ടിംഗ് റൈറ്റോ അല്ലെങ്കിൽ പ്രൈസോ അടിസ്ഥാനമാക്കി പേയ്മെൻറ്റുകൾ നടത്തുമ്പോൾ അവർ ഒരു കമ്മോഡിറ്റി സ്വാപ്പിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി സ്വാപ്പിൻ്റെ കരാറിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇക്വിറ്റി സ്വാപ്പ്. എന്താണ് ഇക്വിറ്റി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു ഇക്വിറ്റി സ്വാപ്പിൽ ഒരു പാർട്ടീസ് മറ്റൊന്ന് ഇക്വിറ്റി സൂചിക അല്ലെങ്കിൽ ഇക്വിറ്റി സൂചികയിലെ വരുമാന നിരക്കിനെ അടിസ്ഥാനമാക്കി ഒരു നിരക്ക് നൽകുന്നത് ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടി മറ്റെന്തെങ്കിലും അടിസ്ഥാനമാക്കി പേയ്മെൻറ്റുകൾ നടത്താനുള്ള ഓപ്ഷനുകൾ അവിടെയുണ്ട്. അതുപോലെ ഈ കോർപ്പറേഷനുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവ ഉപയോഗിക്കുന്ന ഒരു സ്വാപ്പ് കൂടിയാണ് ഇക്വിറ്റി സ്വാപ്പ് എന്ന് പറയുന്നത്. ഇവയിൽ എന്താണ്, വ്യക്തിഗതമായിട്ടുള്ള നിക്ഷേപകേഴ്സ് അല്ലെങ്കിൽ വ്യക്തിഗതമായ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ഈ ഒരു സ്വാപ്പ് ഉപയോഗിക്കുന്നില്ല. ഈ സ്വാപ്പ് യൂസ് ചെയ്യുന്നത് കോർപ്പറേഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ US ആഫ്റ്റർ 1992 ടു റെഡ്യൂസ് ദ ക്രെഡിറ്റ് റിസ്ക്. ഇറ്റ് ഹെൽപ്സ് ദ ബാങ്ക്, ഫിനാൻസ് കമ്പനീസ് ആൻഡ് അതർ ഇൻവെസ്റ്റേഴ്സ് ടു മാനേജ് ദ ക്രെഡിറ്റ് റിസ്ക് ബൈ ensuring against unfavorable changes in the quality of borrowers. The loss incurred due to the default of the borrowers can be offset by the gains of the credit derivatives. ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ഇതൊരു പുതിയതായിട്ട് വന്ന ന്യൂ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ്. ക്രെഡിറ്റ് റിസ്ക് കുറയ്ക്കുന്നതിനാൽ 1992 ശേഷം ഇത് US വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. വായ്പക്കാരുടെ ഗുണനിലവാരത്തിലെ പ്രതികൂലമായ മാറ്റങ്ങളിൽ നിന്ന് ഇൻഷ്വർ ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് റിസ്ക് കൈകാര്യം ചെയ്യാൻ ഇത് ബാങ്കുകളെയും ധനകാര്യ കമ്പനികളുടെയും മറ്റു ഇൻവെസ്റ്ററെയും സഹായിക്കുന്നു. ലോൺ എടുക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ വായ്പക്കാരൻ്റെ ലോൺ എടുക്കുന്ന ആളുകളുടെ ഡേ ടു ഡേ ആയിട്ട് വരുന്ന വാല്യൂസിലുണ്ടായ നഷ്ടം അത് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സിൻ്റെ നേട്ടങ്ങളാൽ നികത്തമാക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഡെറിവേറ്റീവ്സ് മാർക്കറ്റുകളിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റുകളുടെ പ്രത്യേകത അതാണെന്നാണ് പറയുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡെറിവേറ്റീവ് മാർക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ broadly can be classified into two categories: those that are traded on the exchange and those called one-to-one over the counter. They are known as the exchange traded derivative, OTC derivative, or the over the counter derivatives. Options seem to be one of the best way of trading in the stock market. Lower risk, lower investment and higher returns have made this segment popular with the investors. The derivatives market turnover. ഡെറിവേറ്റീവ്സ് മാർക്കറ്റുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യപ്പെടുന്ന ഡെറിവേറ്റീവ്സ് എന്നും അതുപോലെ തന്നെ
ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനുകൾ സ്റ്റോക്ക് മാർക്കറ്റുകളിലെ ട്രേഡിങ് മികച്ച മാർഗങ്ങളിലൊന്നാണെന്നാണ് പറയുന്നത്. അത് കുറഞ്ഞ റിസ്ക് അല്ലെങ്കിൽ കുറഞ്ഞ ഇൻവെസ്റ്റേഴ്സ്, ഉയർന്ന വരുമാനം എന്നീ വിഭാഗത്തെ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കൂടുതലായിട്ട് അവർക്ക് എന്താണ് ജനപ്രിയമാക്കും എന്നാണ് പറയുന്നത്. കൂടുതലായിട്ടുള്ളൊരു പോപ്പുലാരിറ്റി അവയിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മളുടെ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യപ്പെടുന്നവയും ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് വ്യാപാരം ചെയ്യുന്നതുമായ ട്രേഡാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നടക്കുന്നത്. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ് എന്നും OTC ഡെറിവേറ്റീവ് എന്നും. നെക്സ്റ്റ് ഓഫ്ഷോർ ഡെറിവേറ്റീവ്സ് ഇൻസ്ട്രുമെൻറ്റ് അഥവാ പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്നും പറയാം. Participatory notes are instrument used for making investment in the stock market. For participatory notes are offshore financial instruments which are mostly used by foreign fund investors who are not registered with SEBI. Participatory notes are instruments used by investors or hedge fund that are not registered with SEBI. SEBI means Security Exchange Board of India. To invest in India securities, India-based brokerage by India-based securities and issues the participatory notes to foreign investors. Any dividends or capital gain collected from the underlying securities go back to the investors. പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകളിലെ ഇൻവെസ്റ്റേഴ്സ് നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് അല്ലെങ്കിൽ ഓഫ്ഷോർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇവ എന്താണ്? ഇവ പാർട്ടിസിപ്പേറ്ററി നോട്ട്സുകളുടെ അല്ലെങ്കിൽ ഓഫ്ഷോർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്നാണ് പറയുന്നത്. അവ കൂടുതലും ഫോറിൻ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പാർട്ടിസിപ്പേറ്ററി നോട്ടുകളുമായിട്ട് പുനർനിർമ്മിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നിക്ഷേപകർക്ക് ഉപയോഗിക്കുന്ന ഹെഡ്ജ് ഫണ്ടുകളാണ് ഇന്ത്യൻ സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നതിന് സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സെബിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ അധിഷ്ഠിതമായ ബ്രോക്കറേജ് സെക്യൂരിറ്റികൾ വാങ്ങുകയും തുടർന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് നൽകുകയും ചെയ്യുന്നു എന്നീ ഓഫ്ഷോർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്. അതുപോലെ തന്നെ അണ്ടർലൈങ് ആയിട്ടുള്ള സെക്യൂരിറ്റികളുടെ നിന്ന് ശേഖരിക്കുന്ന ഏതെങ്കിലും ഡിവിഡൻറ്റുകളോ അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ ബെനഫിറ്റ്സോ ഇൻവെസ്റ്റേഴ്സിലേക്ക് തിരികെ പോവുകയും ചെയ്യുന്നു. അതും ഒരു പാർട്ടിസിപ്പേറ്റ് നോട്ട്സ് വഴിയാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെറിവേറ്റീവ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്, ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്, മാർക്കറ്റ് ഡെറിവേറ്റീവ്സ്, ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഓഫ്ഷോർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സ്വാപ്പ്, അപ്പോൾ ഡിഫൈൻ ദ ഡെറിവേറ്റീവ്സ്, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ പറഞ്ഞാൽ നമ്മൾ ഓഫ്ഷോർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ്. നന്നായിട്ട് പഠിക്കുക. കാരണം 2 മാർക്കിനൊക്കെ ഓഫ്ഷോർ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.